അന്ത്യകാലത്ത് ഞാൻ സകലജടത്തിൽ മേലും എന്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരുടെയും പലതരമുപദേശങ്ങളോ പാരിമുളച്ചു പരക്കുന്നു. ദൈവത്തിനുപദേശം അവസാനിപ്പിപ്പോ ഇരുവാക്കുകാരും മദ്യവാന്മാരും ദുർലോകഭോഗികളുമാകരുത്. അവർ വിശ്വാസത്തിന്റെ മർമ്മം ശുദ്ധ മനസ്സാക്ഷിയിൽ വെച്ചുകൊള്ളുന്നവരായിരിക്കണം. അവരെ ആദ്യം പരീക്ഷിക്കണം. അതിനായി കണ്ടാൽ അവർ ശുശ്രൂഷയേൽക്കട്ടെ. ഔവണ്ണ സ്നേഹികളും മനസ്സാധികളായ യേശു പറയാത്ത നിർമ്മതന്മാരും എല്ലാത്തിനും വിശ്വസ്തരുമായിരിക്കണം. ശുശ്രൂഷകന്മാരെ ഭാര്യയുള്ള ഭർത്താക്കന്മാരും മക്കളെയും സ്വന്തം കുടുംബങ്ങളെ നന്നായി ഭരിക്കുന്നവരും ആയിരിക്കണം. എന്ന് ശുശ്രൂഷ ചെയ്തിട്ടുള്ളവർ തങ്ങൾക്ക് നല്ല നിലയും ക്രിസ്തുവിശ്വാസികളുടെ വിശ്വാസങ്ങളുടെ പ്രാഗൽഭ്യവും സമ്പാദിക്കുന്നു. ഞാൻ വേഗത്തിൽ നിന്റെ അടുക്കൽ വരുമെന്ന് ആശ്വസിക്കുന്നു. താമസിച്ചു പോയാലോ സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായ ജീവനാണ് ദൈവത്തിന്റെ ശമിയാവുന്ന ദേവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് നീ അറിയേണ്ടതിനായി ഇതേകുന്നു. ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിനെ നീതീകരിക്കപ്പെട്ടു, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി, ജാതികളുടെ പ്രസംഗിക്കപ്പെട്ടു, ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു, തേജസ്സിലെടുക്കപ്പെട്ടു എന്നിങ്ങനെ ദൈവത്തിയുടെ മർമ്മസമ്മതമെണ്ണം വലിയതാവുന്നു. ആകായി മാറുന്നു. കർത്താ